നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട റോസ്റ്റാണ്. നമുക്കതിനാവശ്യമായ മുട്ട നമ്മൾ 4 മുട്ട എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ മുട്ട എടുക്കാൻ പറ്റും. പിന്നെ 2 സവോള, പിന്നെ ആവശ്യത്തിന് വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ ഗ്യാസ് കത്തിക്കുകയാണ്. ശ്രദ്ധിച്ച് പാത്രം വെച്ചു. കുറച്ച് എണ്ണ ഒഴിക്കണം. പിന്നെ നമുക്ക് ആവശ്യമുള്ള മുട്ട ഇതിനകത്ത് പൊട്ടിച്ചൊഴിക്കുക. നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇതിനകത്ത് ഇടണം. ഒന്ന് ഇളക്കിയെടുക്കുക. ഡ്രൈ നല്ല ഇപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇതുപോലെ കറക്റ്റായിട്ട് ഇളക്കിയെടുക്കണം. കട്ടയാക്കി ഇത് കറക്റ്റായി. നമുക്കിതിനെ കുറച്ച് മാറ്റി വയ്ക്കാം. ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വെച്ച് നമുക്ക് ബാക്കിയുള്ള പരിപാടി ചെയ്യാം. നമുക്ക് ഈ പാത്രത്തിൽ എണ്ണ ഇനി കുറച്ചും കൂടി എണ്ണ ഒഴിക്കാം. നമുക്കിന് ആവശ്യമായ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളകും നന്നായി ഇളക്കി കൊടുക്കുക. നമുക്കിതിൽ മുട്ടയുള്ള കാരണം കൊണ്ടാണ് പതയായിട്ട് വരുന്നത്. നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നമുക്ക് ആവശ്യമായ സവോള അതിനകത്ത് ഇടാം. തീ ഒന്ന് കുറച്ച് കൂട്ടി വയ്ക്കാം. നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് നമുക്കിതൊന്ന് വാടുന്നത് വരെ നന്നായി ഇളക്കിയെടുക്കാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ ആവശ്യത്തിന് കുറച്ച് ഉപ്പും ഇട്ട് ഇളക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പാത്രം മാറ്റാം. ഞാൻ ഇതിനകത്ത് തന്നെ ഉള്ളി വാട്ടുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാത്രമൊക്കെ ഒന്ന് കഴുകി ഉപയോഗിക്കാം. ഞാനത് മുട്ട പൊട്ടിച്ച് ആക്കിയത് കാരണം കൊണ്ട് മാത്രമാണ് അത് എടുത്തത് ഈ പാത്രം.
ഉള്ളി വാടുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഉള്ളി വാടി തുടങ്ങി. നമുക്കിനി ആവശ്യമുള്ള തക്കാളിയും പൊടികളൊക്കെ ചേർക്കാം. നമുക്ക് ഉള്ളി വാടി നമുക്കിതിനകത്ത് ആവശ്യമുള്ള പൊടികളൊക്കെ ഇടാം. കുറച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി ഇടാം. ഞാൻ എൻ്റെ എരിവിനാണ് മുളക് പൊടി ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കൂടുതലിടാം. മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഇടാം. ഞാനൊക്കെ ഓരോ സ്പൂൺ വെച്ചിട്ടാണ്, ടീസ്പൂൺ വീതമാണ് ഇട്ടിരിക്കുന്നത് ഇതിനകത്ത്. ഇത് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഈ പൊടിയൊക്കെ ഒന്ന് വാടുന്നത് വരെ ഇളക്കി കൊടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാലയും കൂടി ഇതിനകത്ത് ഇടാം. ഞാനിപ്പോൾ ഇതിലിട്ടിട്ടില്ല. എന്നിട്ട് നന്നായിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് വാടുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. നമുക്കിത് വാടുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ നന്നായിട്ട് പൊടിയൊക്കെ നന്നായിട്ട് പച്ചമണം പോകുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. നമുക്ക് തക്കാളി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം ഉള്ളിയൊക്കെ നന്നായി വാടി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 തക്കാളി എടുത്തിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പൊടികളൊക്കെ നന്നായി വാടിയിട്ടുണ്ട്. നമുക്ക് ഈ തക്കാളിയും കൂടി ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മുട്ട ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി വാടി. നമുക്കിതിൽ ഉപ്പ് നിങ്ങളെ നോക്കിയിട്ട് പാകത്തിന് ഉപ്പിട്ടോ. എനിക്ക് ഈ ഉപ്പ് ഇട്ടത് കറക്റ്റായിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ നമ്മൾ മുട്ടയിലേക്കും ഉപ്പിട്ട കാരണം കൊണ്ട് നമുക്ക് കറക്റ്റായിട്ടുണ്ട്. നമുക്കിതിനകത്തിന് മുട്ട ചേർക്കാം കേട്ടോ. ഇത് നന്നായി വാടിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡിയായി. നമുക്ക് എല്ലാ പൊടികളും എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന മുട്ട റോസ്റ്റാണ്.